എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇനി വരുന്ന PSC പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഗുജറാത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം രാജസ്ഥാനാണ്. ഗുജറാത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം. വർഗീയ സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ നിർബന്ധിത സ്വത്ത് വിൽപ്പനയും അതിനെ തുടർന്നുണ്ടാകുന്ന കൂട്ടപലായനങ്ങളും തടയുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ നിയമപ്രകാരം ജില്ലാ കളക്ടറുടെ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ വസ്തുക്കൾ വാങ്ങാനോ വിൽക്കാനോ സാധിക്കില്ല. ആഗോളതലത്തിൽ 5G മൊബൈൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2. ആഗോളതലത്തിൽ 5G മൊബൈൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്ത് ചൈനയാണുള്ളത്. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ 5G ഉപഭോക്താക്കളുടെ എണ്ണം 40 കോടി അഥവാ 400 മില്യൺ പിന്നിട്ട് കഴിഞ്ഞു. 2026 ഏഷ്യൻ മാനുഫാക്ചറിംഗ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 6. 2026 ഏഷ്യൻ മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് AMI ഇന്ത്യയുടെ റാങ്ക് 6. ഏഷ്യൻ രാജ്യങ്ങളുടെ നിർമ്മാണ മേഖലയുടെ മത്സരശേഷി വിലയിരുത്തിക്കൊണ്ട് ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഡെസാൻ ഷിറ ആൻഡ് അസോസിയേറ്റ്സ് എന്ന കൺസൾട്ടൻസി സ്ഥാപനമാണ് ഈ സൂചിക പുറത്തുവിട്ടത്. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ആദ്യത്തെ ഉഭയകക്ഷി നാവികാഭ്യാസം INROKN ഇന്ത്യൻ നേവി റിപ്പബ്ലിക് ഓഫ് കൊറിയ നേവി എക്സസൈസിൻ്റെ വേദിയായിരുന്നത്. ബുസാൻ നേവൽ ബേസ് ദക്ഷിണ കൊറിയയിലെ ബുസാൻ നേവൽ ബേസ് ആയിരുന്നു ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ആദ്യത്തെ ഉഭയകക്ഷി നാവികാഭ്യാസം INROKN ഇന്ത്യൻ നേവി റിപ്പബ്ലിക് ഓഫ് കൊറിയ നേവി എക്സസൈസിൻ്റെ വേദിയായിരുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് തദ്ദേശീയമായി നിർമ്മിച്ച സ്റ്റെൽത്ത് ഫ്രിഗേറ്റായ INS സഹ്യാദ്രി ഈ യുദ്ധാഭ്യാസത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ വേഗത്തിലും സുതാര്യവുമാക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച AI അധിഷ്ഠിത വെർച്വൽ കോൾ സെന്റർ സംവിധാനം സ്മാർട്ടിയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ വേഗത്തിലും സുതാര്യവുമാക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച AI അധിഷ്ഠിത വെർച്വൽ കോൾ സെന്റർ സംവിധാനം. പൊതുജനങ്ങൾക്ക് 047125251000 എന്ന നമ്പറിലൂടെ 24 മണിക്കൂറും ഈ സേവനം വിനിയോഗിക്കാം. തദ്ദേശ വകുപ്പിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ K-സ്മാർട്ടിൻ്റെ ഭാഗമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇൻഫർമേഷൻ കേരള മിഷനും ഇൻഫോലോജിക് ഗ്ലോബൽ എന്ന സ്റ്റാർട്ടപ്പും ചേർന്നാണ് ഇത് വികസിപ്പിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ മാതൃകയിൽ ഹിന്ദി ഒഴികെ 7 ഭാഷകളിൽ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ മാതൃകയിൽ ഹിന്ദി ഒഴികെ 7 ഭാഷകളിൽ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം. പുരസ്കാരത്തിൻ്റെ പേര് സെമ്മൊഴി സാഹിത്യ അവാർഡ് എന്നാണ്. ഓരോ ഭാഷയിലെയും മികച്ച കൃതിക്ക് 5 ലക്ഷം രൂപ വീതമാണ് പുരസ്കാരമായി നൽകുന്നത്. ആദ്യഘട്ടത്തിൽ തമിഴ്, മലയാളം, തെലുഗു, കന്നഡ, ഒഡിയ, ബംഗാളി, മറാത്തി എന്നീ 7 ഭാഷകളിലെ സാഹിത്യ സൃഷ്ടികൾക്കാണ് അവാർഡ് നൽകുക. കേരളത്തിലെ യുവതീ യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി കണക്ട് ടു വർക്ക് എന്ന പദ്ധതിയാണ് കേരളത്തിലെ യുവതീ യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കുമായി തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. എംപ്ലോയ്മെൻറ്റ് വകുപ്പ് മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രായപരിധി 18 മുതൽ 30 വരെയാണ്. അംഗീകൃത സ്ഥാപനങ്ങളിൽ നൈപുണ്യ വികസന പരിശീലനം നേടുന്നവർക്കും UPSC, കേരള PSC, ബാങ്ക്, റെയിൽവേ, പ്രതിരോധ സേനകൾ തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കും. ലോകത്തിലാദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് നടന്നത് ചൈനയിലെ ബീജിംഗിലായിരുന്നു ലോകത്തിലാദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് നടന്നത്. ചൈനീസ് കമ്പനിയായ യൂണിട്രി റോബോട്ടുകളാണ് ഓട്ട മത്സരങ്ങളിൽ ഉൾപ്പെടെ മികവ് പുലർത്തിയ ഏറ്റവും കൂടുതൽ മെഡലുകൾ 4 സ്വർണ്ണമടക്കം 11 മെഡലുകൾ കരസ്ഥമാക്കിയത്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമും
പ്ലാനറ്റ് എയും സംയുക്തമായി ഏർപ്പെടുത്തിയ 2025 യങ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി? ജിനാലി മോദിയാണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEPയും പ്ലാനറ്റ് എയും സംയുക്തമായി ഏർപ്പെടുത്തിയ 2025 യങ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി. വാഴപ്പിണ്ടിയിൽ നിന്നും മറ്റ് കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്നും മൃഗങ്ങളുടെ ചർമ്മത്തിന് പകരമായി ഉപയോഗിക്കാവുന്ന പരിസ്ഥിതി സൗഹൃദ സസ്യാധിഷ്ഠിത ലെതർ, വീഗൻ ലെതർ വികസിപ്പിച്ചെടുത്തതിനാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. ഇവർ സ്ഥാപിച്ച സ്റ്റാർട്ടപ്പിന്റെ പേര് ബനോഫി ലെതർ എന്നാണ്. സമഗ്ര ലബോറട്ടറി പരിശോധനകൾ താഴെത്തട്ടിൽ ഉറപ്പുവരുത്തുന്നതിനായി കേരളത്തിലെ സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഏകീകൃത ശൃംഖല നിർണയ ഡയഗ്നോസ്റ്റിക് നെറ്റ്വർക്ക്. നിർണയ എന്ന ശൃംഖലയാണ് സമഗ്ര ലബോറട്ടറി പരിശോധനകൾ താഴെത്തട്ടിൽ ഉറപ്പുവരുത്തുന്നതിനായി കേരളത്തിലെ സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഏകീകൃത ശൃംഖല. ഈ ശൃംഖല വഴി കൗണ്ടറുകളിൽ ക്യൂ നിൽക്കാതെ 131 തരം ലബോറട്ടറി പരിശോധനകൾ സാധാരണക്കാർക്ക് വീടിനടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാകും. പരിശോധനാ ഫലങ്ങൾ രോഗികൾക്ക് മൊബൈൽ ഫോൺ വഴിയും ലഭ്യമാക്കുന്നു. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ ആഫ്രിക്കൻ മനുഷ്യാവകാശ പ്രവർത്തക ഗ്രാസ മാഷേലാണ് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ ആഫ്രിക്കൻ മനുഷ്യാവകാശ പ്രവർത്തക. 2 വ്യത്യസ്ത രാജ്യങ്ങളുടെ പ്രഥമ വനിത, ഫസ്റ്റ് ലേഡി ആയിരുന്ന ലോകത്തിലെ ഏക വ്യക്തിയാണ് ഗ്രാസ മാഷേൽ. മൊസാംബിക് മുൻ പ്രസിഡന്റ് സമോറ മാഷലിൻ്റെയും പിന്നീട് ദക്ഷിണാഫ്രിക്കൻ മുൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേലയുടെയും ഭാര്യയായിരുന്നു. 98ാമത് ഓസ്കാർ അക്കാദമി അവാർഡിൽ 16 നാമനിർദ്ദേശങ്ങൾ നേടി ചരിത്രം സൃഷ്ടിച്ച ചലച്ചിത്രം സിന്നേഴ്സ്. 98ാമത് ഓസ്കാർ അക്കാദമി അവാർഡിൽ 16 നാമനിർദ്ദേശങ്ങൾ നേടി ചരിത്രം സൃഷ്ടിച്ച ചലച്ചിത്രമാണ് സിന്നേഴ്സ്. പ്രശസ്ത സംവിധായകൻ റയാൻ കൂഗ്ലർ സംവിധാനം ചെയ്ത് മൈക്കൽ ബി ജോർഡൻ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണിത്. ഇതിലൂടെ 1950 പുറത്തിറങ്ങിയ ഓൾ എബൌട്ട് ഈവ്, 1997 പുറത്തിറങ്ങിയ ടൈറ്റാനിക്, 2016 ലാലാ ലാൻഡ് എന്നീ ചിത്രങ്ങൾ മുൻപ് സ്ഥാപിച്ച 14 നോമിനേഷനുകൾ എന്ന റെക്കോർഡാണ് സിന്നേഴ്സ് തകർത്തത്. സത്യജിത് റായ് ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റായ് പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തി ടി വി ചന്ദ്രനാണ് സത്യജിത് റായ് ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റായ് പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തി. പൊന്തന്മാട, ഓർമ്മകൾ ഉണ്ടായിരിക്കണം, ഡാനി തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബിയം COEM നിലവിൽ വരുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിലാണ് ഈ സ്ഥാപനം താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ സ്ഥിരം ക്യാമ്പസ് തിരുവനന്തപുരത്തെ തോന്നക്കലിലുള്ള ബയോ 360 ലൈഫ് സയൻസ് പാർക്കിൽ ഉടൻ സജ്ജമാകും. ബാഡ്മിന്റൺ സിംഗിൾസിൽ 500 വിജയങ്ങൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം PV സിന്ധു ആണ് ബാഡ്മിന്റൺ സിംഗിൾസിൽ 500 വിജയങ്ങൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം. ഈ നേട്ടത്തിലെത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഷട്ട്ലറും ലോകത്തിലെ 6ാമത്തെ വനിതാ സിംഗിൾസ് താരവുമാണ് PV സിന്ധു. കേരളത്തിൻ്റെ സംസ്ഥാന സൂക്ഷ്മജീവി സ്റ്റേറ്റ് മൈക്രോബായി പ്രഖ്യാപിച്ചത് ബാസിലസ് സബ്റ്റിലിസ് ആണ് കേരളത്തിൻ്റെ സംസ്ഥാന സൂക്ഷ്മജീവി സ്റ്റേറ്റ് മൈക്രോബായി പ്രഖ്യാപിച്ചത്. സ്വന്തമായി ഒരു ഔദ്യോഗിക സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. പ്രകൃതിയിലും മനുഷ്യശരീരത്തിലും ഒരേപോലെ ഗുണകരമായ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രോബയോട്ടിക് ബാക്ടീരിയ ആണിത്. 2026 ജനുവരിയിൽ ഇന്ത്യയുടെ പരമോന്നത സമാധാനകാല ധീരതാ പുരസ്കാരമായ അശോക് ചക്രയ്ക്ക് അർഹനായ ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയാണ് 2026 ജനുവരിയിൽ ഇന്ത്യയുടെ പരമോന്നത സമാധാനകാല ധീരതാ പുരസ്കാരമായ അശോക് ചക്രയ്ക്ക് അർഹനായ ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ISSൽ കാലുകുത്തിയ
ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്ര നേട്ടമാണ് ഇദ്ദേഹത്തെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 2026 ജനുവരിയിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത സമാധാനകാല ധീരതാ ബഹുമതിയായ കീർത്തി ചക്ര പുരസ്കാരത്തിന് അർഹനായ മലയാളി വ്യോമസേന ഉദ്യോഗസ്ഥൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് 2026 ജനുവരിയിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത സമാധാനകാല ധീരതാ ബഹുമതിയായ കീർത്തി ചക്ര പുരസ്കാരത്തിന് അർഹനായ മലയാളി വ്യോമസേന ഉദ്യോഗസ്ഥൻ. പാലക്കാട് നെന്മാറ സ്വദേശിയായ ഇദ്ദേഹത്തെ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ പദ്ധതിയിലെ കഠിനമായ പരിശീലന മികവും രാജ്യത്തോടുള്ള അർപ്പണബോധവും മുൻനിർത്തിയാണ് ഈ ബഹുമതിക്കായി തിരഞ്ഞെടുത്തത്. 2026 ജനുവരിയിൽ പ്രഖ്യാപിച്ച ശൗര്യചക്ര പുരസ്കാരത്തിന് അർഹയായ മലയാളി നാവിക ഉദ്യോഗസ്ഥ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ. ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ ആണ് 2026 ജനുവരിയിൽ പ്രഖ്യാപിച്ച ശൗര്യചക്ര പുരസ്കാരത്തിന് അർഹയായ മലയാളി നാവിക ഉദ്യോഗസ്ഥ. സഹപ്രവർത്തകയായ ലഫ്റ്റനന്റ് കമാൻഡർ രൂപ അഴഗിരി സ്വാമിക്കൊപ്പമാണ് ദിൽന ഈ ബഹുമതി പങ്കിട്ടത്. രൂപ അഴഗിരി സ്വാമി പുതുച്ചേരി സ്വദേശിയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വിവരവിനിമയം സുഗമമാക്കാനും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ട് പഞ്ചം, പഞ്ചായത്ത് അസിസ്റ്റൻസ് ആൻഡ് മെസ്സേജിംഗ് ചാറ്റ് ബോട്ട്. പഞ്ചം എന്ന ചാറ്റ് ബോട്ടാണ് ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വിവരവിനിമയം സുഗമമാക്കാനും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ട്. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയവും യൂണിസെഫും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. വാട്സാപ്പ് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു ചാറ്റ് ബോട്ടാണിത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.